ഗോവൻ വിശേഷങ്ങളും കാഴ്ചകളും ഇന്ന് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അഗോഡ ജയിലും മ്യൂസിയവും കാണാനായിട്ടാണ്. ഗോവയുടെ ചരിത്ര വഴിയിലെ ഒരു നാഴികക്കല്ലാണ് ഈ ജയിലും മ്യൂസിയവും. ഏതൊരു സഞ്ചാരപ്രിയനിലും ആകാംക്ഷയും സൗന്ദര്യ ചാരുതയും അവിടെ എത്തുമ്പോൾ അനുഭവിക്കാൻ കഴിയും. പ്രവേശനം ടിക്കറ്റ് മൂലമാണ്. 200 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. മ്യൂസിയം പരിസരം മുതൽ ബീരങ്കികളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ശത്രു കപ്പലുകളെ ആക്രമിക്കാൻ കടലിന് അഭിമുഖമായി അതെല്ലാം നിലയുറപ്പിച്ചിരിക്കുന്നു. പ്രവേശന കവാടം കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സ്വീകരിക്കാനായി മദർ ഇന്ത്യ നിൽക്കുന്നു. അതൊരു കാഴ്ചയാണ്. തൊട്ടു പിന്നിൽ തന്നെ അല്പം വിഷമം തോന്നുന്ന വിധത്തിലുള്ള മറ്റൊരു ശില്പം, ഒരു മൃതദേഹവും താങ്ങിപ്പിടിച്ച മറ്റൊരു മനുഷ്യൻ. ഇതെല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഇതിൻ്റെ ചരിത്രകഥകളോ ഇതിൻ്റെ പിന്നിലുള്ള വേദനകളോ ഞാൻ മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോയത്. സീസൺ അല്ലാത്തതിനാൽ തിരക്ക് വളരെ കുറവാണ്. സഞ്ചാരികളെ കാത്ത് ഒരു ഫോട്ടോഗ്രാഫർ. എൻ്റെ വീഡിയോ ചിത്രീകരണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അയാൾ എൻ്റെ പിന്നാലെ കൂടി. എല്ലാ ഫ്രെയിമിലും അയാൾ കയറിക്കൂടി. ശല്യം സഹിക്കാതായപ്പോൾ 100 രൂപ നീട്ടി ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ എൻ്റെ ഫോട്ടോ എടുക്കണം എന്നായി. ഒരു കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ അയാൾ കാണിച്ചു കൂട്ടുന്ന വ്യഗ്രത കണ്ടപ്പോൾ ഞാനന്ന് അയഞ്ഞു കൊടുത്തു. ജയിലിൻ്റെയും മ്യൂസിയത്തിൻ്റെയും സുന്ദരമായ കാഴ്ചയുടെ മുന്നിൽ നിർത്തി കുറച്ച് ഫോട്ടോസ്. അയാൾ അയാളുടെ കഴിവ് തെളിയിക്കാൻ പരമാവധി ശ്രമിക്കുകയായിരുന്നു. ജയിലിൽ നിന്ന് കടലിലേക്ക് നീട്ടിപ്പണിതിരിക്കുന്ന ഒരു പാലം, അതൊരു ബോട്ട് ജെട്ടിയാണ്. ബോട്ട് ജെട്ടിക്ക് ഇരുവശത്തുമായി LED ലൈറ്റുകളാൽ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നു. സുരക്ഷയ്ക്കും കാഴ്ചയ്ക്കും എന്നോണം അതിനെയെല്ലാം ബന്ധിച്ചുകൊണ്ട് ചങ്ങലകൾ പാകിയിരിക്കുന്നു. കാണാൻ വളരെ മനോഹരമാണ്. ഒരു പക്ഷേ ഗോവയുടെ പ്രകൃതി ഭംഗിയെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 451 വർഷം പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായിരുന്ന ഗോവ, വിദേശീയരുടെ പറുദീസ എന്ന് അറിയപ്പെടുന്ന ഗോവ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവ, ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം ഇന്ത്യക്ക് സമ്മാനിച്ചു തരുന്ന ഗോവ, കിഴക്കിൻ്റെ റോം എന്ന് വിളിക്കപ്പെടുന്ന ഗോവ. അങ്ങനെ ഗോവയ്ക്ക് സ്വന്തമായി ഒട്ടേറെ വിളിപ്പേരുകൾ. ഇവിടെ എല്ലാത്തിനും ഒരു യൂറോപ്യൻ ടച്ചാണ്. വീണ്ടും വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കാറ്റിനെയും മഴയെയും തരണം ചെയ്യാൻ കാവൽക്കാർക്ക് സുരക്ഷിതമായി നിൽക്കത്തക്ക വിധത്തിലുള്ള മാടങ്ങൾ നമുക്കിവിടെ കാണാം. ഈ മാടങ്ങളിൽ നിലയുറപ്പിച്ചാണ് കടലിലേക്ക് നോക്കി നിൽക്കുന്ന കാവൽക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപായ സൂചന കണ്ടാൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ ഉതകുന്ന വിധത്തിൽ ഒരു മണി തൂക്കിയിട്ടിരിക്കുന്നു. ജയിലിൻ്റെ കോട്ടവാതിൽ വളരെ മനോഹരമായത് തന്നെ. ഫോട്ടോഗ്രാഫർ എൻ്റെ ഗൈഡ് കൂടി ആയി മാറിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ചുവരിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെയും മരിച്ചുപോയവരുടെയും പേരുകൾ ആലേഖനം ചെയ്തിരിക്കുന്നു. ഉപ്പുകാറ്റടിച്ച് അഴുകിപ്പോകാതിരിക്കാൻ
മാർബിളിലാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ചില പേരുകൾ ഞാൻ വായിച്ചു. കടിച്ചാൽ പൊട്ടാത്ത പോലുള്ള പേരുകൾ. പോർച്ചുഗീസ് സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം പേരിലും അവിടെ കാണാൻ കഴിഞ്ഞു. ചില ഭാഗങ്ങളിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. അവിടെ അങ്ങിങ്ങായി സെക്യൂരിറ്റികളുണ്ട്. അവർ നമ്മൾക്ക് വഴി തിരിച്ചുവിടാൻ അവിടെ കാത്തു നിൽക്കും. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുമുണ്ട്. വളരെ വൃത്തിയുള്ള അന്തരീക്ഷം. ജയിലിൻ്റെ ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമര നേതാവിൻ്റെ ഒരു പ്രതിമ. അദ്ദേഹത്തിൻ്റെ കാരാഗ്രഹവാസം ഓർമ്മപ്പെടുത്താൻ തക്ക വിധത്തിൽ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. ഞാനും അദ്ദേഹത്തൊപ്പം ജയിൽവാസം അനുഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് മനസ്സിലോർത്തുപോയി. അതൊന്ന് ചിത്രീകരിക്കുകയും ചെയ്തു നോക്കി. പൗരാണികതയെ ഓർമ്മപ്പെടുത്തുന്ന സ്വിച്ചുകളും ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും. എൻ്റെ തറവാട്ടിലും ഇത്തരത്തിലുള്ള സ്വിച്ചുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ആ യാത്രയിൽ അതൊന്ന് ഓർക്കാൻ എനിക്ക് കഴിഞ്ഞു. ജയിലിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും കടലിലേക്ക് നീളുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ സുന്ദര കാഴ്ചകൾ എത്രമാത്രം എൻ്റെ ക്യാമറയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷേ നേരിട്ട് അനുഭവിക്കുന്ന ആ അനുഭവ ചാരുത ഒരു പക്ഷേ ക്യാമറയിലൂടെ നിങ്ങൾ കാണുമ്പോൾ അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ജയിലും മ്യൂസിയവും എന്ന് കേട്ടപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നെ ഒറ്റക്കാക്കി അവർ ക്ഷീണമകറ്റാൻ കടലോരത്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവരെന്നെ ടെലിഫോൺ ചെയ്ത് വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എങ്ങാനും കാണാതെ പോയാലോ? ഒരു പക്ഷേ അവരെപ്പോലെ ഞാനും ഈ കാഴ്ചകളെല്ലാം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ ദൃശ്യഭംഗികൾ എൻ്റെ പ്രേക്ഷകരിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിയില്ലായിരുന്നു. പ്രേക്ഷകരോടുള്ള എൻ്റെ പ്രതിബദ്ധത കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ മ്യൂസിയവും ജയിലും കാണാൻ കയറിയത്. കടലും ജയിലുമായുള്ള അതിർത്തി പങ്കിടുന്ന മതിലിൽ തലതല്ലി കരയുന്ന തിരമാലകൾ. ജയിൽ കാഴ്ചകൾ തുടരുകയാണ്. ഒരു പക്ഷേ മനസ്സുകൊണ്ട് കാതോർത്താൽ ഇപ്പോഴും അഴിക്കുള്ളിൽ നിന്ന് അലർച്ചകളും കരച്ചിലുകളും ക്രൂരമർദ്ദനത്തിൻ്റെ ശബ്ദങ്ങളും നമ്മൾ കേൾക്കാൻ കഴിയും. മ്യൂസിയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ചരിത്രമുറങ്ങുന്ന വീഥികൾ നമുക്കായി തുറക്കപ്പെടുന്നത്. ജയിലിൻ്റെ മറ്റൊരു വശത്ത് ഒരു ചാപ്പൽ കാണാം. കാരുണ്യമാതാവിൻ്റെ ഞാൻ ഇതുവരെയും കാണാത്ത ഒരു മുഖമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതോടനുബന്ധിച്ച് ഒരു ക്ഷേത്രവുമുണ്ട്.
ജയിലിൻ്റെ കാഴ്ചകൾ കണ്ടവസാനിക്കാറായി. ഒടുവിൽ ജയിലിൻ്റെ ഒരഴിക്കുള്ളിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. ഡോക്ടർ റാം മനോഹർ ലോഹിയ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രവർത്തകരിൽ നേതാക്കളിൽ ഒരാളും സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ബോംബെയിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇരുന്ന് രഹസ്യമായി പ്രക്ഷേപണം ചെയ്ത കോൺഗ്രസ് റേഡിയോയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഒരു കാലത്ത് രാഷ്ട്രീയ തടവുകാരെ കൊണ്ട് നിറഞ്ഞ ഈ ജയിലറകളിലൂടെ കടന്നു പോകുമ്പോൾ ഗോവയുടെ ചരിത്രങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജയിലും മ്യൂസിയവും കണ്ടുമടങ്ങിയ എന്നിൽ ദേശസ്നേഹം ഒരുപടി കൂടി വർദ്ധിച്ചു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നെ കാത്തുകാത്ത് എൻ്റെ കൂട്ടുകാർ മുഷിച്ചെന്നാണ് തോന്നുന്നത്. അവരെന്നെ ടെലിഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി അവരോടൊത്തുള്ള യാത്ര തുടരാം.